Venue events, why you are getting so interested with Hindu weddings? ഞാൻ ശരിക്കും എല്ലാം ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യൻ വെഡിങ്ങും ഹിന്ദു വെഡിങ്ങും അല്ലെങ്കിൽ ഈ പറഞ്ഞ മുസ്ലിം വെഡിങ്സും എല്ലാം ചെയ്തിട്ടുമുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് കൂടുതൽ ആ സമയത്ത് ഒരു ബ്രാൻഡിങ്ങിൻ്റെ സമയത്ത് നോക്കിയപ്പം ആൾക്കാർ കൂടുതലും ഇപ്പം മുമ്പേ പറഞ്ഞ നമ്മൾ വെജ് ഹോട്ടലിലും നോൺ വെജ് ഹോട്ടലിലും ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പം വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാൾ കൂടുതലും വെജ് ഹോട്ടൽ അന്വേഷിച്ചിട്ടായിരിക്കും പോവുക. നോൺ ഉള്ളിടത്ത് ഈ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഉണ്ടെങ്കിലും കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് എൻ്റെ ഒരു സ്ട്രാറ്റജിയിൽ ഞാനൊന്ന് പ്രയോഗിച്ച് നോക്കി. അപ്പം ഈ പറഞ്ഞ ഹിന്ദുസായിട്ടുള്ള ആൾക്കാർ കൂടുതലും ഹിന്ദു വെഡ്ഡിങ്സ് സ്പെഷ്യലൈസ് ചെയ്ത ഒരാളെ, കാര്യം ഹിന്ദു വെഡ്ഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്വൽസ് ആണ് കൂടുതലും. ഒരു ടൈമിങ്ങിൽ പോകുന്നൊരു പ്രോഗ്രാമാണ് ഹിന്ദു വെഡ്ഡിങ്. നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ റിസപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബർത്ത്ഡേ എടുക്കുക, ഇതിനൊന്നും ഒരു മുഹൂർത്തം എന്ന് പറയുന്നൊരു സംഭവമില്ല. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നു ഇപ്പോൾ ഇത്ര മണിക്ക് ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ഡിലേ വന്നു, ഓക്കെ അത് കഴിഞ്ഞിട്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ ഹിന്ദു വെഡ്ഡിങ്ങിനകത്ത് പ്രശ്നം മുഹൂർത്തം, ഇത്രയും സാധനങ്ങൾ, പൂജാ സാധനങ്ങൾ, പിന്നെ കുറച്ച് ഈ പറയുന്ന ഈ ജാതകവുമായിട്ട് ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ ആ സമയവുമായിട്ട് ബന്ധപ്പെട്ടതും ഇതുമായിട്ട് ഓരോ ജാതിയിലും ഓരോ സ്ഥലത്തും പല പല റിച്വൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് പാടുള്ള കാര്യം. അപ്പോൾ എല്ലാവരും എന്തോ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് അങ്ങ് പതുക്കെ അങ്ങോട്ടോ ഞങ്ങൾ ഡെക്കറേഷനൊക്കെ ചെയ്തു തരാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളങ്ങ് നോക്കിയാൽ മതി എന്നുള്ള രീതിയിലേക്ക് വരും പലവരും. ഇപ്പം ഞങ്ങളെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഓരോ സ്ഥലത്ത് റിച്വൽസിനെ പറ്റി പഠിച്ചു. ഇപ്പം നായർ വെഡ്ഡിങ് എങ്ങനെയാണ്, ഈഴോ വെഡ്ഡിങ് എങ്ങനെയാണ്, ബ്രാഹ്മൺ വെഡ്ഡിങ് എങ്ങനെയാണ്, അങ്ങനെ ഓരോ ടൈപ്പ് വെഡ്ഡിങ്ങും ഓരോ സ്ഥലത്ത്. ഇപ്പം നായർ വെഡ്ഡിങ് തന്നെ ട്രിവാൻഡ്രത്ത് ഉള്ള രീതിയല്ല പത്തനംതിട്ടയുള്ള രീതിയല്ല എറണാകുളം, ഇവിടെയുള്ള രീതിയല്ല തൃശ്ശൂർ പോകും. അതുപോലെ ഓരോ ആ ഒരു വ്യത്യാസമുണ്ട്, ഒരു പ്രാദേശികമായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പം ശരിക്കും ഒരു രസമായിട്ട് തോന്നി. അപ്പോൾ പല ക്ലയൻസിനും നമുക്ക് പല സൊല്യൂഷൻസും കൊടുക്കാതായി. നമുക്കത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നി. അപ്പോൾ ചില ആൾക്കാരോടൊക്കെ നിങ്ങൾ ഹിന്ദു വെഡിങ് ചെയ്യുമ്പോൾ വന്നത് കിണ്ടി കൊരണ്ടി അതൊക്കെ ഭയങ്കര ടെൻഷനാന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങൾക്കതൊരു ഭയങ്കര രസമാണ്. താങ്കളിപ്പോൾ ഒരു വെഡിങ് കൺസൾട്ടൻ്റ് ആയി മാറി. ഞങ്ങൾ ശരിക്കും പ്യോർലി ഒരു വെഡിങ് പ്ലാനറാണ്, ഒരു ഹിന്ദു വെഡിങ് പ്ലാനർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം ഏത് രീതിയിൽ എങ്ങനെ വേണം എന്നുണ്ടെങ്കിലും, ഏത് സ്ഥലത്ത് വേണം എന്നുണ്ടെങ്കിലും, ഏത് ജാതിയിലോ ഏത് മതത്തിലോ ആയിക്കോട്ടെ, അത് എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലൊരു കൺസൾട്ടേഷനാണ് ഞങ്ങൾ കൂടുതലും കൊടുക്കുന്നത്.